ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മാനസ ദേഷ്യം വന്നുകൊണ്ട് പഴയ ഓരോ കാര്യങ്ങളും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. കൃഷി കൺമണിയെ ഉമ്മ വയ്ക്കുന്നതും കൺമണി കൃഷി കെട്ടിയ താലി കാണിച്ചു കൊടുക്കുന്നതുമെല്ലാം മാനസ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കൃഷി ക്ഷമ പറയാനായിട്ട് മാനസയുടെ അടുത്തേക്ക് വരുന്നത്. മാനസയ്ക്ക് കൃഷിനെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ട്. കൃഷി വന്നിട്ട് മാനസയോട് പറയുകയാണ്, മാനസ, ഞാൻ വർക്കിന്റെ ടെൻഷനിലായിരുന്നു. എന്റെ നേച്ചർ നിനക്കറിയാലോ. വർക്കിലൊട്ടും ഞാൻ കംഫർട്ടബിൾ അല്ലെങ്കിൽ ഞാനാകെ ടെൻസ്ഡ് ആവും. ശരിക്കും പറഞ്ഞാൽ ഞാനല്ലാതെയാവും എന്ന് പറയുന്നതാവും ശരി. പറയുന്നത് എന്താ പ്രവർത്തിക്കുന്നത് എന്താന്ന് തന്നെ എനിക്ക് തന്നെ മനസ്സിലാവില്ല. എന്തായാലും ഞാൻ പറഞ്ഞതിനൊക്കെ സോറി മാനസ എന്ന് കൃഷി പറയുമ്പോൾ മാനസ മനസ്സിൽ ചിന്തിക്കുകയാണ്, എടാ, നിന്നെ സോറി പറയാൻ അവള് പറഞ്ഞയച്ചതാണെന്ന് എനിക്കറിയാം. നീയല്ലേ എന്നോട് മാപ്പ് പറയുന്ന ഒരാള് എന്ന് മാനസ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃഷി ചോദിക്കുകയാണ്, എന്താ മാനസ നീയൊന്നും പറയാത്തത് എന്ന് ചോദിക്കുമ്പോൾ മാനസ പറയുകയാണ്, കൃഷിന് ഞാൻ ആരും അല്ലാതെ ആയില്ലേ. ഈ റിങ് ആരിട്ടതാന്ന് കൃഷിനറിയോ? ഏത് ദിവസം ഇട്ടതാന്ന് കൃഷിനറിയോ? ഇതിന്റെ വാല്യൂ എന്താന്ന് നിനക്കറിയോ എന്നൊക്കെ മാനസ പറയുമ്പോൾ കൃഷി മനസ്സിൽ ചിന്തിക്കുകയാണ്, ഹോ, തുടങ്ങി ഇവള്. കൺമണി ശരിക്കും എന്നെ കുഴിയിൽ ചെന്ന് ചാടിച്ചു. എന്തായാലും അഭിനയിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൃഷി പറയുകയാണ് മാനസയോട്. എന്തായാലും മാനസ, ഞാൻ ഇന്ന് നടന്നതിനൊക്കെ നിന്നോട് മാപ്പ് ചോദിക്കുകയാണെന്ന് പറയുമ്പോൾ മാനസ പറയുകയാണ്, നീ ക്ഷമ ചോദിച്ചാൽ എനിക്കുണ്ടായ എല്ലാ വേദനയും മാറുമോ? കൃഷി എൻ്റെ നെഞ്ച് തകർത്ത് കളഞ്ഞോ? വെറും ഒരു MD അല്ല കൃഷി, എൻ്റെ വുഡ്ബിയാണ്, എന്നെ വിവാഹം ചെയ്യാൻ പോകുന്ന ആള് എന്ന് മാനസ പറയുമ്പോൾ കൃഷി മനസ്സിൽ ചിന്തിക്കുകയാണ്, ബെസ്റ്റ്, നിനക്ക് ഇപ്പോഴും മനസ്സിലായില്ല അല്ലേ ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്ന ആള് കൺമണിയാണെന്ന്. കൃഷി മനസ്സിൽ ചിന്തിക്കുമ്പോൾ അതേസമയം മാനസികം മനസ്സിൽ ചിന്തിക്കുകയാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ അവളെക്കുറിച്ചായിരിക്കും ആലോചിക്കുന്നത്. എന്നാൽ നിന്നെ ഞാൻ എൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരുവടാ. പിന്നീട് മാനസ കൃഷിനോട് പറയുകയാണ്, കൃഷി എനിക്ക് ആരാണ് എന്താണ് അതൊന്നും കൃഷിന് അറിയില്ല. കൃഷിയില്ലാത്ത ഈ ഭൂമിയിൽ എനിക്കൊരു ജീവിതമില്ല കൃഷ്, അത് സത്യമാണ്. എന്നെ കൈവിട്ട് കളയരുത് കൃഷ്. മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കൃഷിന്റെ മനസ്സിൽ ഞാൻ മാത്രമേ പാടുള്ളൂ. കൃഷിയില്ലാതെ എനിക്ക് വേറൊരു ജീവിതമില്ലെന്ന് പറഞ്ഞിട്ട് മാനസ കൃഷിനെ പെട്ടെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. കൃഷിയാണെങ്കിൽ മാനസ വീട് ഇത് ഓഫീസാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മാനസ കൃഷിനെ വിടുന്നില്ല, കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം ആൻറ്റിയമ്മ സാഗറിനോട് സംസാരിക്കുന്നുണ്ട്. ആൻറ്റിയമ്മ സാഗറിനോട് പറയുകയാണ്, അനിയൻകുട്ട, നമുക്ക് വേണ്ടി ആരോ ഒരു ഗൂഢാലോചന നടത്തുന്നുണ്ട്. അഡ്വക്കേറ്റ് വന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് അതിനു വേണ്ടിയിട്ട് ലാലി എന്ന ആ സിസ്റ്ററെ പറഞ്ഞയച്ചത്. ഇത് പറയുന്ന സമയത്ത് സുജാതയ്ക്കാണെങ്കിൽ വളരെ ടെൻഷൻ ആവുന്നുണ്ട്. സുജാത കരയാണ്. അപ്പോൾ സാഗർ പറയാണ്, സുജു, നീ വെറുതെ വിഷമിച്ച് ടെൻഷൻ ആവണ്ട, നമുക്കിത് ഏതുവരെ പോകുന്നു നോക്കാം. അവനൊരു ക്രിമിനൽ അഡ്വക്കേറ്റ് ആണ്, അതുകൊണ്ട് അവനെ വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ എന്നൊക്കെ സാഗർ പറയുമ്പോൾ ആൻറ്റിയമ്മ സാഗറിനോട് ചോദിക്കുകയാണ്, അനിയൻകുട്ട, എന്തുകൊണ്ടാണ് നിങ്ങൾ അന്ന് ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ സാഗറും സുജാതയും കൂടി പറയുകയാണ്, അന്ന് ആ ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ. അതിൻ്റെ പിന്നാലെ പോകാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞങ്ങൾ. അതിനു പകരം ലാലി സിസ്റ്ററാണ് ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തന്നത്. ഒരു മാലാഖയെ പോലെ ആ നേഴ്സ് ഞങ്ങളുടെ കൂടെ നിന്നു എന്ന് സുജാത പറയുന്ന സമയത്ത് ആൻറ്റിയമ്മ പറയുകയാണ്, ആ സ്ത്രീ ഒരു മാലാഖയല്ല, രക്തം കുടിക്കാൻ വരുന്ന ഒരു പിശാചാണെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന സുജാതയാണെങ്കിൽ ഷോക്ക് ആവുകയാണ്. ഞങ്ങൾ ഈ അവസ്ഥയിൽ എങ്ങനെയാണ് ജർമ്മനിയിലേക്ക് പോവുക എന്ന് സുജാത പറയുമ്പോൾ ആൻറ്റിയമ്മ പറയുകയാണ്, അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട, എന്തായാലും നിങ്ങൾ പോയിട്ട് വായോ, ചികിത്സയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വായോ, ജയ്മോഹനും കൂടി ഉണ്ടല്ലോ. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അതെല്ലാം ചെയ്തിട്ട് നാട്ടിലേക്ക് വായോ, ബാക്കിയെല്ലാം നമുക്ക് പിന്നീട് തീരുമാനിക്കാം എന്ന് പറയുമ്പോൾ സാഗർ പറയുകയാണ്, ചേച്ചിയമ്മേ, ഒരു കാരണവശാലും കൃഷി ഇതൊന്നും അറിയരുത്. അവന് കുറച്ച് എടുത്തുചാട്ടം ഉള്ളതാണ്, അതുകൊണ്ട് ഇതൊന്നും ഇപ്പോൾ അവനെ അറിയിക്കരുതെന്ന് പറയുമ്പോൾ ആൻറ്റിയമ്മ, ശരി, ഞാൻ ഇപ്പോഴൊന്നും അവനോട് പറയുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുജാത സാഗറിനോട് പറയുകയാണ്, സാഗർ, ഇനി ചിലപ്പോൾ നമ്മളുടെ മരിച്ചുപോയ മോൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിലോ അന്ന് ചിലപ്പോൾ അവൻ മരിച്ചിട്ടില്ലെങ്കിലോ എന്നൊക്കെ സുജാത ചോദിക്കുമ്പോൾ സാഗർ പറയുകയാണ്, സുജു, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നീ വിഷമിക്കാതിരിക്കെ, നമുക്ക് എന്തായാലും അന്വേഷിക്കാം, എന്താ ഏതാന്നൊക്കെ നമുക്ക് കണ്ടെത്താം. നമുക്ക് ഇന്ന് തന്നെ വേണമെങ്കിൽ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ
ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കാമെന്ന് പറയുമ്പോൾ ആൻറ്റിയമ്മ പറയുകയാണ്, അനിയൻ കുട്ട അതിൻ്റെ ആവശ്യം ഇപ്പം ഇല്ല, നിങ്ങൾ വൈകാതെ എത്രയും പെട്ടെന്ന് കൃപേനും കൊണ്ട് ജർമ്മനിയിലേക്ക് പോവാൻ നോക്ക് എന്ന് പറഞ്ഞ് സാഗറിനെയും സുജാതയെയും ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അഡ്വക്കേറ്റ് ഷൺമുഖദാസ് സുമിത്രയുടെ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് അഡ്വക്കേറ്റ് ഷൺമുഖദാസ് സുമിത്രയോട് പറയാണ്, സുമിത്രാജി ഇന്ന് ശരിക്കും സാഗറിനെയും സാഗറിൻ്റെ ഭാര്യയെയും കാണേണ്ടതായിരുന്നു. ശരിക്കും രക്തയോട്ടം നിന്ന് വളരെ വെളുത്ത പോലെ ആയിട്ടുണ്ടായിരുന്നു സാഗർ. എൻ്റെ ഞെട്ടിക്കുന്ന വാർത്ത കേട്ട് അവർ ശരിക്കും ഷോക്കായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ബാലുവിനും സുമിത്രയ്ക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. നിലയില്ല കയത്തിൽ മുങ്ങിത്താഴുകയായിരുന്നു അവർ രണ്ടുപേരും. അവർ ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് നിവരുമ്പോൾ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കും, അതോടെ അവർ തളരും എന്ന് ഷൺമുഖദാസ് സുമിത്രയോട് പറയുകയാണ്. അപ്പോൾ ബാലു പറയുകയാണ്, താങ്ക് യു വക്കീലെ, താങ്ക് യു. അപ്പോൾ എന്തായാലും തുടക്കം ഗംഭീരമായില്ലേ എന്ന് അഡ്വക്കേറ്റിനോട് പറയുന്നു. അപ്പോൾ സുമിത്ര അഡ്വക്കേറ്റിനോട് പറയാണ്, അവർ ജർമ്മനിയിലേക്ക് പോകാതിരുന്നെങ്കിൽ കുറച്ചുകൂടി സന്തോഷമായിരുന്നു എന്ന് പറയുമ്പോൾ അഡ്വക്കേറ്റ് പറയാണ്, അവർ പോവട്ടെ, പോയി വരട്ടെ. അവർ പോയി വരുമ്പോഴേക്കും നമുക്ക് ബലരാമനോട് സാഗറിനെ കുറിച്ച് വെറുപ്പ് കയറ്റാനുള്ള സമയം വേണം. സാഗർ എന്ന പേര് കേൾക്കുമ്പോഴേ ബലരാമന് വെറുപ്പാകണം. അവനെ കൊല്ലാനുള്ള കാലനെ ആക്കണം ബലരാമനെ നമുക്ക്. എന്നാൽ അതേസമയം ഇപ്പുറത്തെ ബലരാമന് വേണ്ടിയിട്ട് ഒരു അച്ഛൻ എന്തും സഹിക്കുന്ന വിധത്തിലുള്ള ഒരാളെ ആക്കണം സാഗറിനെ നമുക്ക് എന്ന് പറയുമ്പോൾ സുമിത്ര പറയാണ്, ശരിയാണ്, നമുക്ക് അങ്ങനെ തന്നെ വേണം ചെയ്യാൻ എന്ന് പറയുന്നു. അപ്പോൾ ബാലു അഡ്വക്കേറ്റിനോട് പറയാണ്, എന്തായാലും ഷൺമുഖദാസ് വന്നതോടുകൂടി ഞങ്ങൾക്ക് ഒന്നുകൂടി ഞങ്ങളുടെ പ്ലാനുകളെല്ലാം വർക്കൗട്ട് ആക്കാനും ഞങ്ങൾക്ക് വിജയിക്കാനുള്ള ഒരു പ്രതീക്ഷയുമാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ അഡ്വക്കേറ്റ് പറയാണ്, അതെന്തായാലും നിങ്ങൾക്ക് തന്നെ വിജയം ഉണ്ടാവുള്ളൂ, അതിനു വേണ്ടതെല്ലാം ഞാൻ ചെയ്യാം. പിന്നൊരു കാര്യം പ്രധാനപ്പെട്ടതാണ്, കുറച്ച് ദിവസത്തേക്ക് ലാലിയെ ഇവിടെ നിന്ന് മാറ്റണം, അവർക്ക് നേരെ ചിലപ്പോൾ അന്വേഷണം വരാമെന്ന് അഡ്വക്കേറ്റ് പറയാണ്. അപ്പോൾ സുമിത്ര ക്ലീറ്റസിനോട് പറയാണ്, കിളിയ നിനക്ക് മനസ്സിലായില്ലേ, മമ്മീനെ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റണമെന്ന് പറയുമ്പോൾ അഡ്വക്കേറ്റ് ചോദിക്കുകയാണ് സുമിത്രയോട് ഇതാരാണെന്ന്. അപ്പോൾ സുമിത്ര പറയാണ്, ഇത് ലാലിയുടെ മകനാണ് ക്ലീറ്റസ്, പിന്നെ ബലരാമന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും കൂടിയാണ് എന്ന് സുമിത്ര പറയുകയാണ്. അപ്പോൾ ക്ലീറ്റസ് അഡ്വക്കേറ്റിനോട് പറയാണ്, അങ്ങനെയൊന്നുമില്ല, സുമിത്ര മാഡം എന്തു പറയുന്നു അതുപോലെ ഞാൻ ചെയ്യും, അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അഡ്വക്കേറ്റ് പറയാണ്, എനിക്ക് ഇങ്ങനെ ഒരാളെ തന്നെയാണ് ആവശ്യമെന്ന് പറയുന്നു. അതിനുശേഷം അഡ്വക്കേറ്റ് സുമിത്രയോട് പറയാണ്, വൈകാതെ തന്നെ എനിക്കിനി അടുത്തായി ബലരാമനെ കാണണം, അതിനു വേണ്ട നടപടികളെല്ലാം ഞാൻ ചെയ്യാം എന്ന് അഡ്വക്കേറ്റ് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം സാഗർ ദേവ്ജിയെ വിളിച്ചിട്ട് വീട്ടിലുണ്ടായ ലാലി വന്ന സംഭവവും അഡ്വക്കേറ്റ് ഷൺമുഖദാസ് വന്ന കാര്യങ്ങളെല്ലാം ദേവ്ജിയോട് പറയുകയാണ്. ദേവ്ജി അപ്പോൾ സാഗറിനോട് പറയുകയാണ്, അഡ്വക്കേറ്റ് ഷൺമുഖദാസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വേറെ ആരുടെ കരങ്ങളുണ്ട്, എവിടെയോ മറിഞ്ഞിരുന്ന് കരുക്കൾ നീക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ സാഗർ പറയാണ്, ശരിയാണ്, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്, ഞങ്ങളുടെ കമ്പനിയാണോ അതോ കുടുംബത്തെയാണോ ലക്ഷ്യം വെക്കുന്നതെന്ന് അറിയില്ല, എന്തായാലും ബലരാമൻ ജയിലിലായതുകൊണ്ട് ഇത് അവനായിരിക്കില്ല ചെയ്യുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ദേവിജി സാഗറിനോട് പറയാണ്, എന്തായാലും നിങ്ങൾ ജർമ്മനിയിൽ പോയി വരുമോ, അപ്പോഴേക്കും ഞാൻ ഇതിനെ വ്യക്തമായ ഒരു അന്വേഷണം നടത്തി എന്താണെന്ന് കണ്ടുപിടിക്കാം, നിങ്ങൾ എന്തായാലും ടെൻഷൻ ആവാതെ പോയി വരുമോ, പിന്നെ ആ ലാലി എന്ന നേഴ്സ് വന്നതിൻ്റെ CCTV ഫുട്ടേജ് ഒന്ന് എനിക്ക് അയച്ചു തരണം, ഷൺമുഖദാസിലേക്ക് എത്തിച്ചേരാൻ ആദ്യം നമ്മൾ പോവേണ്ടത് ലാലിയിലേക്കാണ് എന്ന് ദേവ്ജി പറയുമ്പോൾ സാഗർ പറയാണ്, എനിക്കെന്തോ നല്ല പേടി തോന്നുന്നുണ്ട് ദേവ്ജി, ഇതിൻ്റെ പിന്നിൽ വേറെന്തോ ഒരു സംഭവമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്നൊക്കെ സാഗർ പറയുമ്പോൾ ദേവ്ജി പറയാണ്, താൻ ടെൻഷൻ ആവണ്ട, ഇതിലും വലിയ സംഭവങ്ങൾ താൻ നേരിട്ടിട്ടുള്ളതല്ലേ, താൻ എന്തായാലും ജർമ്മനിയിലേക്ക് പോയിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് ദേവ്ജി ഫോൺ കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം ദേവ്ജി മഹിയോട് പറയാണ്, കാര്യത്തിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് മഹിക്ക് മനസ്സിലായല്ലോ, വലിയൊരു പ്രശ്നമാണ് സാഗറിൻ്റെ കുടുംബം ഇനി നേരിടാൻ പോകുന്നത്.
അതിൻ്റെ സൂചനയാണ് അവിടെ വന്ന ആ സ്ത്രീ ലാലി എന്ന് പറയുമ്പോൾ മഹി പറയാണ്, അതെ സാർ, അതെനിക്ക് മനസ്സിലായി എന്ന് പറയുന്നു. പിന്നീട് ദേവ്ജി മഹിയോട് പറയാണ്, സാഗർ പോലും അറിയാതെ സാഗറിൻ്റെ ഈ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യണം. കാരണം അലിഗയിലേക്ക് വേണ്ടിയിട്ട് സാഗർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ലാലി എന്ന് പറയുന്ന സ്ത്രീ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ നേഴ്സായിരുന്നു. അവരിപ്പോൾ ബലരാമൻ്റെ അമ്മ സുമിത്രയുടെ കൂടെയാണ് കഴിയുന്നത്. ഇതിനു പിന്നിലെ ആ മാസ്റ്റർ ബ്രെയിനുകളെ കുറിച്ച് എനിക്കറിയാം. അത് സുമിത്രയും ബാലുവുമാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ലാലിയെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ആ സ്ത്രീയുടെ ഒരു രൂപം നമുക്ക് വരയ്ക്കണം. അതിനുവേണ്ട ഏർപ്പാടുകൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ദേവ്ജി പോവുകയാണ്. അതിനുശേഷം അലിഗയിലെ കൺമണി മറ്റുള്ള സ്റ്റാഫുകളോട് അവർ വരച്ച ഡിസൈൻസിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് കൺമണി പറയുകയാണ്, നമ്മളെല്ലാവരും കലാകാരന്മാരും കലാകാരികളുമാണ്. അതിപ്പോൾ ഏത് കലയായാലും അവർക്ക് അത്യാവശ്യം വേണ്ടത് എന്തെന്നറിയോ, അത് ശൈലിയാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റൈല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങളെക്കൊണ്ട് സാധിക്കും. ഇപ്പോൾ അഞ്ജലി ചെയ്ത എല്ലാ വർക്കുകളും നന്നായിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ടുണ്ട്, കളറും ഓക്കെയാണ്. ഇങ്ങനെ തന്നെ പോട്ടെ, കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് കൺമണി ക്യാബിനിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് അവിടെ ദേവ്ജി വന്ന് നിൽക്കുന്നത് കാണുന്നത്. അതിനുശേഷം ദേവ്ജിയോട് കൺമണി സംസാരിക്കുന്നുണ്ട്. ദേവ്ജി കൺമണിയോട് പറയുകയാണ്, ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു കൺമണി അവരോട് സംസാരിക്കുന്നത്. എത്ര വ്യക്തമായിട്ടാണ് കൺമണി ഓരോ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോഴാണ് കൺമണി ശരിക്കും ഒരു ചീഫ് ഡിസൈനർ ആയതെന്ന് പറയുന്നു. അതിനുശേഷം കൺമണി ചോദിക്കുന്നുണ്ട്, ദേവ്ജി എന്താണ് വന്നത്, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദേവ്ജി കൺമണിയോട് പറയുകയാണ്, ഞാനിപ്പോൾ വന്നത് ഒരു അൺഒഫീഷ്യൽ കാര്യം കൺമണിയെ ഏൽപ്പിക്കാനാണ് എന്ന് പറയുമ്പോൾ കൺമണി എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ദേവ്ജി തൻ്റെ ടാബിലുള്ള ലാലിയുടെ CCTV ഫുട്ടേജ് കൺമണിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആ വീഡിയോ കണ്ടുകൊണ്ട് കൺമണി ദേവ്ജിയോട് ചോദിക്കുന്നുണ്ട്, എന്താ സാർ ഇത് എന്ന്. അപ്പോൾ ദേവ്ജി കൺമണിയോട് പറയുകയാണ്, കൺമണി എനിക്കൊരു സഹായം ചെയ്യണം. ഈ CCTV ഫുട്ടേജിലെ സ്ത്രീയുടെ രൂപം എനിക്കൊന്ന് വരച്ചു തരണം. അപ്പോൾ കൺമണി ദേവ്ജിയോട് ചോദിക്കുന്നുണ്ട്, സാർ ഞാനിത് വരച്ചാൽ ശരിയാവുമോ എന്ന് ചോദിക്കുമ്പോൾ ദേവ്ജി പറയാണ്, നീ വരച്ചാലേ ഇത് ശരിയാവുള്ളൂ, നീ എനിക്കിതൊന്ന് വരച്ചു തരണം, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പിന്നെ പറയാം എന്ന് പറയുന്നു. എന്നിട്ട് ദേവ്ജി കൺമണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാണ്, അപ്പോൾ സൂപ്പർ കൺമണി ഒന്ന് മനസ്സ് വെക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനാവൂ എന്ന് പറയുമ്പോൾ കൺമണി പറയാണ്, ഞാൻ എന്തായാലും എൻ്റെ മാക്സിമം ശ്രമിക്കാം സാർ എന്ന് പറയുന്നു. അപ്പോൾ ദേവ്ജി പറയാണ്, കൺമണി സൂപ്പർ കൺമണിയാണ്, കൺമണിക്ക് നിസാരമായിട്ട് ഇത് വരച്ചു തരാൻ കഴിയും. പിന്നൊരു കാര്യം, ഇത് അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഞാനും നീയും അല്ലാതെ ഇത് വേറൊരാളും അറിയരുത് എന്ന് കൺമണിയോട് പറഞ്ഞിട്ട് ദേവ്ജി പോകുന്നു. അതിനുശേഷം കൺമണി ക്യാബിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃഷ് ആണെങ്കിൽ കൺമണിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കൺമണിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. വർക്ക് ചെയ്യുന്നതിൻ്റെ തിരക്കിൽ കൺമണി ഫോൺ എടുത്തുകൊണ്ട് ഹലോ എന്ന് പറയുന്നു. അപ്പോൾ വരുണായിരിക്കും ഫോൺ ചെയ്യുന്നത് കൺമണിയെ. കൺമണിയോട് വരുൺ ചോദിക്കുന്നുണ്ട്, കൺമണിയല്ലേ എന്ന്. അപ്പോൾ കൺമണി അതെ, ആരാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വരുണ് തിരിച്ചു ചോദിക്കുകയാണ്, കൺമണി എന്നെ മറന്നുപോയോ, എൻ്റെ ശബ്ദവും മറന്നുപോയോ, എൻ്റെ നമ്പറും കളഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് കൺമണി വേഗം ഫോണിൽ നോക്കുന്നത്. അപ്പോഴാണ് കൺമണിക്ക് വരുണാണ് വിളിച്ചതെന്ന് മനസ്സിലാവുന്നത്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ.